ഹലോ, എല്ലാവർക്കും നമസ്കാരം. പാറു എൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു യാത്രയിലാണ്. ഞാൻ യാത്ര ചെയ്തു പോകുന്ന സ്ഥലങ്ങളും പിന്നെ അതുപോലെ നമ്മളെവിടെയാണ് പോകുന്നത്, ബീച്ച് അല്ലേ, ബീച്ചിലേക്കൊക്കെ ഒന്ന് പോവുകയാണ്. അപ്പോൾ എല്ലാവരെയും അതൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്, ഇന്ന് കുക്കിംഗ് ഒന്നുമല്ല. അപ്പം ഞാൻ എൻ്റെ മകളും ഭർത്താവും കുഞ്ഞും കൂടിയുള്ള അവരുടെ കൂട്ടത്തിലാണ് ഞാൻ പോകുന്നത്. മകനും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും പുറകെ വരുന്നുണ്ട്. മക്കളും കുഞ്ഞുങ്ങളില്ല അല്ലേ, അപ്പം പിന്നെ ആ സാധനമില്ല. അതായത് അനുമോളും അപ്പം ഒരു പപ്പയും കൂടെ പുറകിലത്തെ വണ്ടിയിലും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നൊരു വൈകുന്നേരം 1 മണിക്കൂർ നേരത്തേന് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കാണുമ്പം ആദ്യത്തെ ഇൻട്രോ ഉണ്ട് കേട്ടോ, രാവിലെ ഫസ്റ്റ്. ഞാനത് പമ്പയാറിൻ്റെ മുകളിൽ പാലത്തേൽ ചെന്നെന്ന് വെച്ചാൽ അച്ചൻകോവിലാറാന്ന് പറഞ്ഞു. അങ്ങനെ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്, അതൊന്ന് ക്ഷമിക്കണം. അത് പമ്പയാറായിരുന്നു കേട്ടോ. പമ്പയാറാണെന്ന് പറഞ്ഞ് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കണ്ടു കാണുമായിരിക്കും. അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആദ്യമേ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കായലും കടലും ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മുടെ ഈ ചെറിയ ക്യാമറയിൽ പകർത്തി നിങ്ങൾക്കായി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചേ, കൊച്ചുമോളെ. ഹലോ, അതാണ് കുഞ്ഞുമോള്. ആ, നല്ല പൂക്കൾ നിൽക്കുന്നുണ്ടോ? നല്ല ബോഗൻവില്ലേക്ക് പൂ മാത്രമുള്ള ഇലയൊന്നും. ഇതിനിപ്പോൾ ഒരു പോക മഴയ്ക്ക് മുമ്പേ തീയിട്ട് ഫുള്ളായിട്ട് അതിനകത്ത്. അപ്പം നമ്മൾ വന്ന് മാവേലിക്കര സിറ്റിക്കകത്തേക്ക് കയറാറായി കേട്ടോ. ഇതാണ് മാവേലിക്കര കഴിഞ്ഞാലോ കൊച്ചേ? കായംകുളം. ഹരിപ്പാട്. മാവേലിക്കര, ഹരിപ്പാട് അങ്ങോട്ട് പോവാണ്. അപ്പം കുറച്ച് സ്ഥലങ്ങളാണ് പിടിക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു. ഹനുമാൻ്റെ അമ്പലമോ? ഇതൊരു ഹനുമാൻ്റെ അമ്പലം, മാവേലിക്കര. നമ്മൾ നൂറിനോട് കൂടി വരുമ്പോൾ ആ വഴി വരും അല്ലേ, മറ്റേ വഴി. അപ്പോൾ ഞാൻ മോളുടെ വണ്ടിയിൽ കയറി പോന്നു. മകൻ്റെ വണ്ടി, മകനും പപ്പയും അനുമോളും വരുന്ന കേട്ടോ. നമ്മുടെ പുറകെ വരുന്നുണ്ട്. ഞങ്ങളിത് 2 വണ്ടിക്കാണ് പോകുന്നത്. ഒരു വണ്ടിയിൽ എല്ലാവരും പോകുന്നത്, അതുകൊണ്ട് 2 വണ്ടിയുണ്ട്. നമ്മൾ ഇടുക്കിയിൽ നിന്ന് വന്ന വണ്ടിയാണ് ഇത്, നോക്കണ വണ്ടി. അപ്പം ഞാനിവരുടെ കൂടെ ഈ വണ്ടിയിലും കയറി. അവർ എത്തി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പറഞ്ഞാൽ അവർക്ക് വഴി അറിയില്ല. മോനെ ഈ വണ്ടി ഓടിക്കണ മോനെ വഴി അറിയില്ല. ഈ വണ്ടി കണ്ട് അവർ ഓടി പോരുന്ന കേട്ടോ നമ്മൾ പുറകെ. അതിനിടയ്ക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, നിന്ന് കാണാനുള്ള സമയമില്ല. കൊല്ലം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തണം, അതുകൊണ്ട് എങ്ങും നിർത്തുന്നില്ല. നല്ല സ്പീഡിൽ തന്നെ പോവുകയാണേ. വലിയ അടുത്ത് ഇനി ഞാൻ ഫ്രണ്ടിലേക്ക് പിടിക്കട്ടെ. അപ്പോൾ ഇതാണ് മാവേലിക്കര ജംഗ്ഷനായി കേട്ടോ. കൊച്ചുമോൾ അവിടെ ഇരുന്ന് അതിന് പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്. വ്ളോഗിടാനായിട്ട് അതിനുകൊണ്ടൊരു ചാനൽ കേട്ടോ. കുഞ്ഞിൻ്റെ ചാനലിൻ്റെ പേരാണ് മീനു പന്തളം. അപ്പോൾ എല്ലാവരും മീനു പന്തളം എന്ന് പറഞ്ഞ ചാനലിൽ നിന്നും ഒന്ന് കയറി കണ്ട് ഒന്ന് സബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്തോ സബ്സ്ക്രൈബ്, അതിന് സബെന്നും പറയാലോ. അപ്പം ഞങ്ങളിവിടെ സിഗ്നലിൽ ആകപ്പെട്ട് കിടക്കുക കേട്ടോ. ബ്ലോക്കാണ്, ഒരു ചെറിയ ബ്ലോക്കേ ഉള്ളൂ. അനങ്ങി തുടങ്ങി. ചപ്പാത്തിപ്പൊടി എവിടെ വെച്ചിരുന്നു? വണ്ടിയിൽ നിന്ന് എടുത്തില്ല, വണ്ടിക്കകത്തിരിക്കും. അമ്മ കൊണ്ടുവന്ന ആണോ? ആ,
ഇല്ല അവിടെ നിർത്താം. പോന്നു. ഈ ജംഗ്ഷനിൽ 4 വശത്തേക്കും കവലയുണ്ട്. നാല് റൂട്ടാണ്. നമ്മൾ നേരെ പോകുന്നത് കായംകുളം, ലെഫ്റ്റ് പോകുന്നത് കോടതി റൂട്ട്, കഴക്കര, കെട്ടികുളങ്ങര, പിന്നെ മറ്റേത് പന്തളം. തിരിച്ചു പോകുന്നത് പന്തളം. അങ്ങോട്ട് പോയത് പുറമോട്ട് പോകുന്നത് പന്തളം. നേരെ പോകുന്നത് കായംകുളം. നമ്മൾ പന്തളത്തു നിന്നല്ലേ വന്നേ? നമ്മൾ പന്തളം പോയില്ലല്ലോ. നമ്മൾ ഷോർട്ട് കട്ട് കയറി പോകുന്നു. പന്തളത്ത് പോയാൽ ഈ റൂട്ടിൽ കയറാൻ പറ്റുമോ? നമ്മൾ പുറകോട്ട് വന്നിട്ട് അളിയൻ്റെ വണ്ടി പോയിട്ട് വണ്ടി പോകുന്നുണ്ട്. ഞാനോർത്ത് കയറി പോയില്ല. അവൻ വരാൻ വേണ്ടി നിൽക്കുന്നില്ലേ? ഇപ്പം ഞാനെങ്കിൽ വന്നേനെ. അതെ, നമ്മളിതിലെ കാട്ടിൽ മേക്കതിലെ അമ്പലത്തിൽ പോയത് ഇതിലെയാണോ? അല്ല അല്ലേ, വേറെ വഴിക്കല്ലേ? ഇതിലെ ഞാൻ അമ്മച്ചിയെ കൊണ്ടുപോയിട്ടുണ്ട്. പോയിട്ടുണ്ടോ? അരിപ്പാട് മണ്ണാർശാല അന്ന് വന്നപ്പോൾ ഞാൻ ശരിയാണ്. അന്ന് പപ്പ ഉണ്ടായിരുന്നു. അടിപൊളി റോഡാണ്. 4 മണി സമയമായതുകൊണ്ട് ഇന്ന് ഞായറാഴ്ചയായിട്ടാ തിരക്ക് കുറവ് അല്ലേ? തിരക്കുണ്ടോ? തിരിച്ചു വരുമ്പോൾ കണ്ടോണം. നല്ല തിരക്ക്. റെയിൽവേ ക്രോസ് നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഉണ്ടോ? അവിടെ ഒരു ട്രെയിൻ വരുന്ന ഒരു സമയമായിരുന്നെങ്കിൽ. എനിക്ക് ട്രെയിൻ പോകുന്ന കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഹൈ റേഞ്ചിലൊക്കെ ഉള്ള കാരണം ട്രെയിനൊക്കെ കാണുക എന്ന് പറഞ്ഞ ഒരു അത്ഭുതമായിട്ട് തോന്നും. ഇപ്പൊ സമയമില്ലാത്ത ഇതാണ് കണ്ടിയൂർ അമ്പലം. ഭയങ്കര പ്രസിദ്ധമായ അമ്പലമാണ്. അത് ഒരു ഒറ്റ രാത്രി കൊണ്ട് കെട്ടിയ അമ്പലമാണ്. അതെയോ? പിന്നെ ഭൂതത്താ കെട്ടിന്ന് പറഞ്ഞാണോ? മഹാദേവൻ. മഹാദേവൻ. അത് ശരി. ഇതെവിടെയാ മനെ? കണ്ടിയൂര്. കണ്ടിയൂര്. അവിടെ ഒരു ശിവന്റെ വിഗ്രഹം. സരസ്വതി ക്ഷേത്രം. പനശിക്കാട് കഴിഞ്ഞാൽ ഉള്ള തട്ടാരമ്പുഴ ഇതാണ്. സരസ്വതി ക്ഷേത്രം ഇതേ ഉള്ളൂ. ഇരുത്തുന്നതൊക്കെ സരസ്വതി ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലാ അമ്പലത്തിലും ഇരുത്തുന്നുണ്ട്. പ്രധാനപ്പെട്ടത് അവളെ ഇരുത്തിയത് വേറെ സ്ഥലത്ത്. അവിടെ ഞാൻ ഓർക്കുന്നുണ്ട്, നല്ല രസമായിരുന്നു. ഇതാണ് തട്ടാരപുരം സരസ്വതി ക്ഷേത്രം. കാണാനായി കണ്ടുകൊണ്ട് ഇതാണ് ശിവന്റെ മടിയിൽ പ്രാവ് ഇരിക്കുന്നു. ശിവന്റെ മടിയിലോ? പ്രതിമയില്ല, ഒറിജിനൽ പ്രാവ്. ഒറിജിനൽ പ്രാവ്. വീഡിയോക്കകത്തുണ്ട് ഞാൻ കാണിച്ചത്. ശിവന്റെ ഇല്ലയോ മറ്റേ കാലിന്റെ ആ കാലില് മുട്ട് അവിടെ ഗണപതിയുടെ അവിടെ. ശരി. അല്ലെന്ന് പ്രാവനകത്ത് പ്രതിമയിലല്ലേ? അല്ല, പ്രതിമയില്ല. അത് തന്നെ കൊത്തി വെച്ചതോ അതോ ജീവനുള്ള പ്രാവോ? അതാ പറഞ്ഞ പ്രതിമയുടെ പുറത്തിരിക്കുന്നതല്ലേ? മുരുകന്റെ ഒക്കെ സൈഡിൽ ഇവനാണ് പ്രാവിനെ അറിയാമോ? അത് ഇരിക്കാൻ സ്ഥലം കിട്ടി കയറിയിരുന്നു. അതെ, പ്രാവിന് അതറിയില്ലല്ലോ. നല്ലൊരു പാടം കണ്ടു കേട്ടോ. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. അടിപൊളി പാടമാണേ. എടത്തുവായില് നമ്മൾ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. എടത്തുവായില് അത്രേ ഉള്ളൂ. 10 വർഷത്തോളമായി ഇല്ലേ? നല്ല വ്യൂ കിട്ടും. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇരുട്ടാവും അല്ലേ? ഓക്കെ. കഴിക്കാത്തപ്പോഴാണ് പ്രശ്നം. നല്ല പച്ചക്കറി കടകൾ. ചോറ് കൊണ്ടുപോയില്ല. നല്ല പച്ചക്കറി ഒന്നല്ല, ഇതിനെക്കാട്ടും നല്ല ഗംഭീര കിലോമീറ്റർ നീളത്തിൽ പച്ചക്കറി വെച്ച കടകളുണ്ട്. കച്ചവടത്തിൽ അവരെ വെല്ലാൻ ആരുണ്ട്? അല്ല, കച്ചവടവും കവടവും കണ്ടോ. ഈ മതിലല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ പാടം ഒന്ന് കാണാമായിരുന്നു. അടിപൊളി പാടം. നേരം പോയി കേട്ടോ. അതുകൊണ്ട് നല്ല പ്രകാശമൊന്നുമില്ല, ഒരു മങ്ങല.
എനിക്ക് പുലി എത്തുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഇറങ്ങി ഓടിച്ച നരുവായും ഒക്കെ ആയിട്ട് പുലി എത്തിക്കൊണ്ട് പോരാൻ തോന്നും. കന്നുകാലിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെ പുല്ല് കണ്ടാലും അവിടെ നിന്നെല്ലാം പുല്ല് എത്തി സൂക്ഷിച്ച് വെക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേന് വീട്ടിലെത്തിക്കും. അങ്ങനെ ഒരു ശീലമുള്ളത് കൊണ്ട് ഇപ്പോഴും പുല്ല് എത്താൻ തോന്നുന്നുണ്ട്, പക്ഷെ പറ്റിയല്ല. കൈ കൊടുക്കാൻ പറ്റുന്ന ഇതാണ്. എങ്ങനെ കൈ കൊടുക്കാനവനെ? അവൻ കൂടെ കയറി വന്നാലേ നമുക്ക് പെട്ടെന്ന് ചെല്ലുള്ളൂ. ഇനി ഒരു 10-12 കിലോമീറ്റർ കുറേ പോകണം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ചപ്പാത്തിൽ നിന്ന് നമ്മളിന്ന് വീട്ടിൽ നിന്ന് 1.25 മണിക്കൂർ കൊണ്ട് കുട്ടിക്കാനം കഴിഞ്ഞു. 1.5 മണിക്കൂർ കൊണ്ട് കുട്ടിക്കാനം കഴിഞ്ഞു. രാവിലെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു, അടിച്ചു വിട്ട് പോകുന്നത്. ഞാൻ പയ്യെ ഒന്ന് മയങ്ങിപ്പോയി, കണ്ണ് തെളിച്ചപ്പോൾ കുട്ടിക്കാനം കഴിയുന്നു. പക്ഷെ നേരം വെളുത്തൂല്ല, ഇരുട്ടായിരുന്നു. കാരണം ഇപ്പൊ 6:30 കഴിയാതെ വെട്ടം വീടുമില്ലോ. 4:20 നമ്മൾ വീട്ടിൽ ഇറങ്ങി. അവനെ വിളിച്ച് പറ, തിരക്ക് വെക്കണ്ട, പതുക്കെ വന്നാൽ മതി, ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിർത്തിക്കോളാം എന്ന് പറ കേട്ടോ. നീ അങ്ങോട്ട് ഹൈവേ കയറാൻ പോവാം. മല്ലിയെ വിളിച്ച് പറ, സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വന്നാൽ മതി. സമയം മോശമല്ലേ. എന്തോ യാത്ര ചെയ്യുമ്പോ ഇടയ്ക്കിടയ്ക്ക് മിച്ചറ് തിന്നണമെന്നുണ്ട് എന്റെ കുഞ്ഞിന്, അല്ലേ? പിന്നെ ഇരിക്കട്ടെ. ക്രിസ്ത്യാനെ ഒന്നും കണ്ടേ ഇല്ല, എടുത്തില്ല. ഞാൻ അവള് ഇൻഡിപെൻഡൻസ് അടിച്ചപ്പോ 2:15 അങ്ങനെ കൊടുത്തു. ഗുരുമന്ദിരമാണോ? ഗുരുമന്ദിരം ആണോ അത്? സ്ഥലം നങ്ങിയാർ കുളങ്ങര ഗുരുമന്ദിരമാണ് നമ്മളിപ്പോ കണ്ടത് കേട്ടോ. ഇത് നമ്മൾ നങ്ങിയാർ പോയിക്കൊണ്ടിരിക്കുവാണേ. നങ്ങിയാർ കുളങ്ങര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അന്നൊരിക്കൽ വന്നു അല്ലേ ഇതിലേ? ബൈക്കിന് വന്നോണ്ടിരുന്ന ഇത്ര ദൂരം വരെ ബൈക്കിന് വരുവായിരുന്നോ? എറണാകുളം പോയിക്കൊണ്ടിരുന്നല്ലേ? കെട്ടിയതിന് ശേഷം അല്ലാതെ നിർത്തി. എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് ചോദിച്ചു. എറണാകുളം ഇതിന് പോകൂലേ മരിക്കറപ്പിന്റെ ഒക്കെ അവരെ പോയിട്ട് വൈകുന്നേരം വരും. അത് ശരി. കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നിർത്തിയതല്ലേ പണി. അന്ന് കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് 10-28 രൂപ ശമ്പളം ഉണ്ടായിരുന്നു 2 വർഷം മുമ്പ്. ഇവിടെ കൊണ്ട് വന്ന് മണിക്കൊക്കെ ഇവിടെ വന്ന് കയറി, പിന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും പോയി. അതൊക്കെ കൊണ്ടാ പിന്നെ വണ്ടി സൈഡിലോട്ട് മാറി. ഡോക്ടർമാരെ കണ്ടാൽ മാത്രം മതി, ശമ്പളമൊക്കെ വേറെയാണ്. ആ പെണ്ണിന്റെ പോകാൻ കണ്ട ഈ കുംഭമേള എന്നാന്ന് നോക്കിയത്. ഒരു പെണ്ണിന്റെ ഞാനും കണ്ടായിരുന്നു. അത് ഞാൻ യൂട്യൂബിൽ കണ്ടതേ ഉള്ളൂ. മഹാശിവരാത്രി ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് കുംഭമേള. വലിയൊരു ഏക്കർ കണക്കിനുള്ള ഒരു മൈതാനമാണ്. അതിനകത്ത് കോടിക്കണക്കിന് ജനങ്ങളുണ്ടാവും. പിന്നെ പ്രത്യേക അഭിഷേകവും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട്. ആ പെണ്ണെങ്ങനെ വൈറലായ ഒരു അത് ചുമ്മാ മാല ഇട്ടോണ്ടിരുന്നു. ഏതോ യൂട്യൂബർ കണ്ട അതിന്റെ കണ്ണ് കണ്ടിട്ട് എടുത്തിട്ടതാ. അങ്ങനെ കണ്ട് വൈറലായി. കളിയും പിന്നെയും പോയി കേട്ടോ. സ്ലോ ആക്കിക്കോളും പറഞ്ഞപ്പോഴത്തേക്ക് കളിയും പോയി. റെയിൽവേ ക്രോസ് ഉണ്ട് കേട്ടോ. ട്രെയിൻ വരാൻ ഗ്യാപ്പ് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത് ഹരിക്കൂട്ടന്റെ ആൾക്കാരാണ് കേട്ടോ, ചെണ്ടക്കാർ. ഫേസ്ബുക്കിൽ ഇതിൽ കാണാൻ പെട്ടെന്ന് കയറി വരാനും കയറി വരാറുണ്ട്. മഞ്ഞ തെളിഞ്ഞു. അല്ല, മഞ്ഞ ഓൾവേസ് ഓണാണ്. ആണോ? റെയിൽവേ ക്രോസ് ഇത് എവിടുത്തെ? ഈ സ്ഥലത്തിന്റെ പേര് ബസിന്റെ അവിടം വരെ. ഒന്ന് അങ്ങോട്ട് പോയാൽ ഹരിപ്പാട്, ഇങ്ങോട്ട് പോയാൽ കായംകുളം. നേരെ പോയ റോഡിൽ കൂടെ ഫോണിലുള്ള ചാർജ് എല്ലാം തീർത്തിട്ട് മേലോട്ട് നേരെ സത്യം. ഹൈവേ കയറണമെങ്കിൽ അതും കൂടെ വന്നാലേ പെട്ടെന്ന് പൂക്കട. എന്ത് പൂക്കള ഇത്? അമ്പലത്തിലേക്ക് വേണ്ടിയാണോ കൊച്ചേ? ഇത് കൊല്ലം റോഡല്ലോ കൊച്ചേ? അല്ല, കൊല്ലം തിരുവനന്തപുരം, ഇത് എറണാകുളം. അതെയോ? മെയിൻ റോഡിലൊക്കെ ഈ അങ്ങോട്ട് പോകുന്നത് കൊല്ലോ? അത് തിരുവനന്തപുരം മെയിൻ റോഡ്. അങ്ങോട്ട് ഇത് തിരുവനന്തപുരം എറണാകുളം റോഡ്. അവനവിടെ നോക്കിക്കൊണ്ടിരിക്കും, കയറി വരാനുണ്ട്. അളിയനല്ല, മറ്റേ വെള്ളക്കാരനായിട്ട്. കൊല്ലത്തിന് വന്നേരത്ത് ഇതിലേ വന്നായിരുന്നല്ലോ അനു ചിന്നു ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്തെ. അടിപൊളി വഴി.
ഈ വഴി എങ്ങോട്ടാന്ന് പറഞ്ഞേ? എറണാകുളം. എറണാകുളം വരെ ഉണ്ട്. എറണാകുളം. നമ്മൾ കടപ്പുറത്ത് നിൽക്കാന്ന് പറഞ്ഞു. ഇതെല്ലാം ഹൈവേയാ പോലും. അപ്പുറമൊക്കെ വീതി കൂട്ടി വരുന്നുണ്ടോ? 6 വരി പാതയാണ്. ആ ബസ് പോകുന്ന എത്ര നീളത്ത് വരും? അതെ അല്ലേ? ഈ അവിടെ വൃത്തിയാക്കി വരാൻ വേണ്ടിയിട്ടായിരിക്കും. കുഞ്ഞിന്റെ പരിപാടി നോക്കിക്കേ. ഉള്ളത് അറിഞ്ഞെല്ലാം തീരുന്ന എന്നാലും വേണ്ടില്ല. പക്ഷെ ക്ലാരിറ്റി കുറവാണ്. അത് അന്തരീക്ഷത്തിൻ്റെ കുഴപ്പമാണോ ഫോണിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയില്ല അല്ലേ? അതെന്തുവാ അലുമിനി പാത്രം? സൈക്കിളും കൊണ്ടുപോകും. എൻ്റെ പറ്റും നോക്കിയാൽ ഇതുകൊണ്ട് മുന്തിരിക്കൊല കറക്കുവാണല്ലോ കിടക്കണം. അലുമിനി പാത്രം വലയ്ക്കകത്തിട്ട് ബാഗിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. അത് പറന്നു പോകും, വഴിയിൽ കാറ്റ് പിടിക്കും. ആ അവര് കയറ് കൊണ്ടൊരു വലയുണ്ട്, ആ വലയ്ക്കകത്ത് ഇട്ടേക്കുന്നേ. അങ്ങനെ വലയ്ക്കകത്ത് ഇടാവും, അങ്ങനെ ചാക്കിനകത്തായ കാറ്റ് പിടിച്ചിട്ടൊന്നും മറിയും. ഇതാണ് ഹരിപ്പാട് ജംഗ്ഷൻ. ആ ഹരിപ്പാട് ജംഗ്ഷൻ. ഇവര് മിണ്ടാണ്ടിരുന്നപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ ഇല്ല, അവരുടെ നമ്പരും ഇല്ല വിളിക്കാൻ. എന്നിട്ട് ഷീജ ചേച്ചിനെ വിളിച്ച് അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് അച്ഛൻ പിന്നെ തിരിച്ചു വന്നു. അതിനകത്ത് കിട്ടില്ലേ? സൂര്യൻ നല്ല പൗഡറിന്റെ മണമല്ലോ. ഞാനിട്ടത് എന്നാ എനിക്ക് കുറച്ച് എണ്ണമയം എനിക്കൊന്നും കിട്ടിയില്ല. പുറകോട്ടൊന്ന് നോക്കിയാൽ തന്നെ കണ്ടോ, ഇവിടുന്ന് റൈറ്റ് ഹരിപ്പാടം വിടും കേട്ടോ. അതെയോ? മുരുകന്റെ. ആ അത് അന്ന് അതിന്റെ വാതിൽ കയറി ഇറങ്ങി നമുക്കൊന്ന് പോകാനേ പറ്റുള്ളൂ. അകത്ത് കയറി തൊഴാൻ പറ്റില്ല അന്ന്. ഹരിപ്പാട് മുരുകന്റെ അമ്പലം. പക്ഷേ എനിക്കാണ് ഈ മാസത്തിൽ ഒരു പ്രാവശ്യം മുരുകന്റെ അമ്പലത്തിൽ പോകണമെന്നുള്ളതാണ്. സൂര്യൻ താഴെ വരുന്നതിന് മുമ്പ് നമ്മളവിടെ ചെല്ലണം. ചെല്ല പിന്നെ ഒരു കാര്യമില്ല. നമ്മള് സൂര്യനോടൊരു മല്ലി പിടിക്കുകയാണ്. ആ അത് അവന് ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല. പൊടി പോലും ഇല്ല. നീ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നേക്കാം. ഞാൻ ഓടിക്കായിരുന്നു. ഇനി സൈഡിൽ നിൽക്കണോ? അത് പപ്പ ആദ്യം ഇറങ്ങി പോവും. അതുവാ. അമ്മ അപ്പൊ പിന്നെ റിസ്ക് എടുക്കുന്ന ഒരാളാണ്. അല്ല ഇറങ്ങും. അവനത് 2 കാറ് കൊണ്ട് വെറുതെ വളഞ്ഞു തീർന്നു. അന്ന് ഞാൻ അമ്മച്ചിക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് അമ്മച്ചി ഇത് എവിടെ എന്നാ പരിപാടി, വിഷത്ത് കിടന്ന കാറ് തല്ലിപ്പൊടിച്ച് വെളി കളയുന്ന ഞാൻ അയച്ചു കൊടുത്തത്. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പൊ ഇത് അമ്പലപ്പുഴ. അമ്പലപ്പുഴയിൽ അതെയോ? കരുവാറ്റയോ? ആ കരുവാറ്റ ചന്ദ്രൻ പണ്ടത്തെ ഒരു കഥ എഴുതുന്ന ചിത്രകഥ എഴുതുന്ന ഒരാളായിരുന്നു കരുവാറ്റ ചന്ദ്രൻ. ഈ നാറാണത്ത് ബ്രാഹ്മണന്റെ കഥയൊക്കെ എഴുതിയത്. മനോരമ വീക്കിലി, മംഗളം, മനോരാജ്യം അങ്ങനെയുള്ള വീക്കിലികളിൽ പഴയ കാലത്ത് എഴുതുമായിരുന്നു. തോട്ടപ്പള്ളിന്ന് നമ്മളാ സിനിമയില് ഏതാ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ തോട്ടപ്പള്ളി തോട്ടപ്പള്ളി എന്ന് പറയുന്നുണ്ട്. അതൊരു തന്നെ പേരില്ലേ? അല്ല അതെ, ഒരു അത് എന്തോന്റെ പേരായിരുന്നു തോട്ടപ്പള്ളിക്കാരും. ആ വീടിന്റെ പേര്, വീട്ടുപേരെങ്ങാണ്ട. അത് മായാവിയില്ലേ? ആ അത് തന്നെ മായാവിയില്. ഞാനെപ്പോഴും ഈ തോട്ടപ്പള്ളിന്ന് കേൾക്കുമ്പോ അതാ ഓർമ്മ തന്നെ. എന്തോരം സാധനങ്ങളാ കുളിക്കാൻ കൊണ്ടിട്ടേക്കണം. ഹൈവേയിലെ ചേട്ടന്മാര് ഇങ്ങനെ ക്യാമറയും കൊണ്ട് കിടക്കും, ആരെ ഈ പറന്നു വരുന്നതെന്ന്. അന്നേരം അവന്മാര് പിടിക്കത്തില്ല. ഇച്ചിരി അപ്പുറം മാറി കിടക്കുന്ന അവന്മാരോട് വിളിച്ചു പറയും പിന്നെ വണ്ടി വരുന്നുണ്ട്, കൈ കാണിച്ചേരെ. ആ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഇവിടെ? അങ്ങനെ ഉള്ളു ഇവിടെ. ഇവിടെ ഇപ്പൊ ഹൈവേയില് ഒരു സ്പീഡ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സ്പീഡിലല്ലേ പോകാൻ പറ്റില്ല. അത് കൂടിയാലല്ലേ ഇവര് പിടിക്കുള്ളൂ. നമ്മള് അതിനെക്കാട്ടി അതിന്റെ ഡബിൾ സ്പീഡിൽ പോകുന്ന ആൾക്കാരുണ്ടമ്മേ. എല്ലാ കച്ചവടക്കാരെ മീനോ മീന്, കക്ക, കപ്പ. ഇങ്ങോട്ട് ഞാൻ വയനാടിന് 6 മണിക്കൂർ കൊണ്ട് വന്നേ. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയ പെട്രോളിനൊക്കെ കാശ് കൂടുതലായിക്കണല്ലോ ക്യാമറയിൽ എന്ന് പറഞ്ഞു. ചുമ്മാ തന്നെ പോവാ. 6 മണിക്കൂർ കൊണ്ട് ഞാൻ വയനാട്ടിൽ നിന്ന് ഇവിടെ എത്തിയത്. അത് ചുമ്മാ പറഞ്ഞതാ. ചൈനയാണ് പറഞ്ഞത്. ഈ 2 പോയിന്റ് പെട്രോൾ ഉള്ളൂ. അല്ല അത് പോവും. ഇനി 100 കിലോമീറ്റർ ഓടും 2 പോയിന്റ് കൊണ്ട്. ശരി, ഇവിടെ ആവുമ്പോ പറ്റും മോനെ. നമ്മുടെ ഹൈ റേഞ്ചിലേക്ക് പറ്റിയല്ലെന്നേ ഉള്ളൂ. അവിടെ 1 കിലോമീറ്റർ 1 ലിറ്റർ എന്ന് പറഞ്ഞ് വേണം. അളിയാണോ ഇങ്ങനെ വരുന്നത്? നോക്കി അല്ലല്ലോ.
അല്ലല്ല ഇത് പറയും ആദ്യത്തെ വണ്ടിയല്ല, രണ്ടാമത്തെ ഏറ്റവും ലാസ്റ്റ്. രണ്ടാമത്തെ ഞാൻ ഈ GTA ആ PA അല്ലാതെ സ്പേസ് ആണോ? വേണ്ട വേണ്ട സ്പേസ് വേണ്ട. ഇതാണ് പി. ഇതാണ് Q ആണോ? നല്ല റോഡ് വന്നിട്ട് ബാക്കി LLY LY സെർച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരുന്നുണ്ട്. ഓ ടെറസിന്റെ മുകളിൽ നല്ലൊരു കാഴ്ച കണ്ടായിരുന്നു, പക്ഷെ നമുക്കത് പിടിക്കാൻ പറ്റില്ല അല്ലേ. ടെറസിന്റെ മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴ നേരെ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാറായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പ്രകാശം കുറവ്, ക്ലാരിറ്റി കുറവ്. അസ്തമിക്കുന്നതിന് മുമ്പ് നമുക്ക് ബീച്ചിൽ ചെല്ലണം. അതിന് വേണ്ടിയിട്ടുള്ള സ്പീഡിൽ പോവുകയാണേ. തോട്ടപ്പള്ളി കണ്ണൻ്റെ വൈഫൈ കണക്റ്റായിട്ടുണ്ടോ? ഫോണുമായിട്ടില്ല. അത് കാണും, അവരുടെ വൈഫൈ ഓണായിട്ട് കിട്ടുന്നില്ല. കൊണ്ടുപോക്കി ഞാൻ അവിടുത്തെ കണക്ഷൻ എടുത്ത് കൊടുത്തു. ചില സമയത്ത് ആവശ്യം വരുമ്പോൾ ബോട്ടുണ്ടായിരുന്നു, അത് എടുത്തോണ്ട് പോയോ? അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി പോലത്തെ. അപ്പൊ ഇതാണ് കായലും കടലും. ഇതെന്നാ വെച്ച് ഇവിടെ മണല് കയറി മൂടി. അപ്പൊ ഇനി ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി കേട്ടോ. വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങി ഒരു കാണട്ടെ. സൂര്യൻ അസ്തമിച്ചു എന്തായാലും. അപ്പോൾ ഹലോ, ഞങ്ങളിവിടെ വന്നെത്തി കേട്ടോ. കായലും കടലും കൂടെ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് തോട്ടപ്പള്ളി. അപ്പോൾ വൈകിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണേ. അറ്റമൊന്നുമില്ലാതെ, അറ്റമില്ല തുമ്പുമില്ല അവസാനമില്ലാതെയൊക്കെ പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ ഇടയ്ക്ക് നിന്നാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ. എൻ്റെ 2 മക്കളും മരുമക്കളും ഒരു കൊച്ചുമോളും ഹസ്ബൻഡും. ഞങ്ങൾ ഫാമിലി കംപ്ലീറ്റ് ആയി. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒത്തുകൂടാറുള്ളേ, എപ്പോഴും ഒന്നും ഇങ്ങനെ ഒത്തു കിട്ടാറില്ല. ഇത് മകൻ, പോകുന്നത് മരുമകൾ, അങ്ങ് അറ്റം നിൽക്കുന്ന മരുമകൻ, ആ കൈ കാണിക്കുന്നത് മകള്, പപ്പ അതിൻ്റെ അപ്പുറം നിൽക്കുന്നു, കൊച്ചുമോൾ അവിടെ കിടന്ന് തുള്ളുന്നു സന്തോഷം കൊണ്ട്. അപ്പോൾ ഇനി അവിടെ അടുത്ത് ചെന്നിട്ട് കാണിച്ചു തരാവേ. ഇത് മോൻ നിന്ന് വീഡിയോ എടുക്കുന്നതായി കാണുന്നത്. സുഹൃത്തുക്കളെ, ഇത് കണ്ടോ, ഇതാണ് കായൽ, തോട്ടപ്പള്ളി കായൽ. കണ്ടോ, കടൽ കണ്ടോ, കായലും കടലും കൂടിച്ചേരുന്ന അഴിമുഖം. ഇത് കടലിറങ്ങി പോയിട്ട് ഇത് കണ്ടോ, എന്തുമാത്രം സ്ഥലമാണെന്ന് നോക്കി, മണൽത്തിട്ടയായിട്ട് കിടക്കുന്നത്. ഇത് ഇറങ്ങി പുറകോട്ട് പോയത് കൊണ്ടാണ് ഇപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് കാണുന്നത് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം തിരമാലകൾ അടിച്ചു കയറി വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് നടന്നു ചെല്ലാവേ. മകൻ്റെയും മരുമക്കളുടെയും കൂടെ ഫോട്ടോ എടുക്കുന്നു. പപ്പയും മകളും കൊച്ചുമകളും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. സന്ധ്യയായി തുടങ്ങി. ആരെയും നല്ല തെളിച്ചത്തോടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. എങ്കിലും കുഞ്ഞ് അർമാദിക്കുക നടന്നു. എന്താ അത് മകള്, മരുമകൻ, പപ്പ, മോന്, മരുമോള്, എല്ലാവരും ഉണ്ടോ കേട്ടോ. അങ്ങനെ ഞാനിന്ന് നമ്മുടെ ചാനലിൽ മക്കളെയും കുടുംബത്തെയും മൊത്തം ഒരുമിച്ച് കാണിക്കുന്ന ആദ്യമായിട്ടാണേ. കാണിച്ചേ. ഒരാൾ കിടന്ന് മുട്ടുകുത്തി കിടന്ന് ചിത്രം വരെയാണ് കേട്ടോ. മകൻ ഫോട്ടോ എടുക്കും, മരുമകൻ ഫോട്ടോ എടുക്കുന്നു. മകളും മരുമകളും മകനും 3 പേര്. അപ്പം
നിങ്ങളങ്ങോട്ട് നീങ്ങി നിൽക്കുക. ഈ ചേട്ടൻ ഇതുണ്ട്, ബോട്ട് പോകുന്ന ഒരു സ്ഥലമാണേ. അത് തല വീശി മീനിനെ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. വല്ലതും ഉണ്ടോ എന്ന് നമുക്കും കൂടെ നോക്കാം. ഒരു മീനാ കിട്ടിയോളോ? ഒറ്റയ്ക്കൊരു മീനാ കിട്ടിയോളൂ. അത് ഈ ഓടിമത്തി, ആ മീനിൻ്റെ പേര്. ഒരെണ്ണം കിട്ടുള്ളൂ. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുവാണേ. കണ്ടോ, താഴെ താഴെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. പ്രകാശം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഭൂമിയിൽ പ്രകാശം കുറയുന്നു, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ കടൽ തിരമാലയുടെ അടുത്തേക്കൊന്ന് നടന്നു പോകാം. ഇതൊക്കെ ഇന്ന് കാണിക്കാം. പിള്ളേരവിടെ വല വീശുന്നതൊക്കെ കണ്ട് വലയിൽ കിട്ടുന്ന മീനിനെയൊക്കെ നോക്കി എണ്ണിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഞാനെന്നാൽ ഇച്ചിരി നേരത്തിനൊന്ന് നടന്നത് അവിടം വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കണ്ടോ, അസ്തമിച്ച് അത്രയും ദൂരമായി. ഫോണിൻ്റെ പഴയ ഫോണല്ലേ, അപ്പോൾ ഇത്രയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇതിനകത്ത് ഇത്രയും ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവുള്ളേ. നല്ല ഐഫോണിലൊക്കെ പിടിച്ചാൽ എന്നെ ക്ലാരിറ്റി എന്നറിയാമോ, നല്ല ഭംഗിക്ക് കിട്ടും. പക്ഷേ ഇത്രയൊക്കെ കണ്ടോ, മണൽത്തിട്ട. ഈ കടൽ ഇറങ്ങി എത്ര ഏക്കർ സ്ഥലമാണെന്ന് നോക്കിയേ. ഇറങ്ങി താഴോട്ട് പോയിട്ട് മണൽത്തിട്ട ഇങ്ങനെ പൊങ്ങി കൂടിയേക്കുന്നത്. കണ്ടോ, മേഘത്തിനുള്ളിലേക്ക് പോയി. ഒരല്പം കൂടെ ഇറങ്ങിയാൽ കടലിലേക്ക് ഇറങ്ങുള്ളൂ. കാണിച്ചു തരാവേ. നല്ല ഭംഗിയുള്ള പ്രദേശങ്ങൾ. സൂര്യൻ അസ്തമിച്ചു, വെട്ടം കുറഞ്ഞു ഭൂമിയിൽ. പക്ഷേ കടലിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല, മേഘത്തിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ സൂര്യൻ. മക്കൾ പോയി ഇന്ന് പിടിക്കണം നോക്കിക്കേ. മകളെ ഞാൻ അടുത്ത് കാണിച്ചു തരാവേ. പപ്പയും മോളും കൂടെ നിന്ന് പിടിക്കുന്നു. ഇല്ല അല്ലേ? ഉണ്ടോ? പപ്പയും മോളും കൂടെ സെൽഫി എടുക്കുന്നു. ഇത് മരുമോൻ ക്യാമറയും കൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു. ഞങ്ങളോടെല്ലാം നിൽക്കാൻ പറഞ്ഞു. മകൻ ഫോണിലെടുക്കുന്നു, മരുമകൾ ഫോണിൽ പടം എടുക്കുന്നു. എല്ലാവരും അർമാദിക്കുവാണ്. അപ്പനും മോളും. കണ്ടോ, തിരമാല കയറി വരുന്നുണ്ടോ? ഇവിടെ കറുത്ത മണലാണ്. ഇതുണ്ടോ, കറുത്ത മണൽ. അപ്പോൾ കയ്യിലേക്ക് കൊടുത്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ വെള്ളം കൊണ്ട് കൊടുത്താൽ മതി. വണ്ടിയിലിരിക്കുമ്പം നമ്മുടെ വണ്ടിക്ക് പോകുന്നതുകൊണ്ട് കയ്യിൽ കൊടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പുള്ളി കയ്യിലേക്ക് കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. മകൻ, മരുമകൻ, കൊച്ചുമോള്, പേരക്കുട്ടി. അമ്മാനും കൊച്ചുമോളുകളെ കൂടിയിട്ട് മരുമോളുകളെ കൂടിയിട്ട് ഫോട്ടോ എടുത്തതാണ് ഇതേ. കണ്ടോ, തിരമാലകളുടെ ശക്തി കാണണമെങ്കിൽ കണ്ടു. ഞാനൊന്ന് ശകലം ഒന്ന് ഇറങ്ങി നിൽക്കാൻ പോവുക. വെള്ളം എവിടം വരെ വരുമെന്ന് എനിക്കറിയില്ല, പേടിയുണ്ട്. എന്നാലും നാത്തൂനും കൂടെ ഭയങ്കര കളിയാണ്. അയ്യോ, മണ്ണെല്ലാം വന്ന് കയറി കാലയിൽ. സാരിയും നനഞ്ഞ് പാവാടയും നനഞ്ഞു. കണ്ടോ, അയ്യോ ഇതേ അടുത്തത് വരുന്നുണ്ട്. കണ്ടോ, പാവാടയും നനഞ്ഞു, സാരിയും നനഞ്ഞു. ഇതുണ്ടോ പൊടി കുഞ്ഞുങ്ങൾ.
പൊടി കുഞ്ഞുങ്ങളെയാണ് തിരമാലയ്ക്കകത്ത് കൊണ്ടിട്ട് എല്ലാവരും കളിക്കുന്നത്. എവിടെ നിന്നൊക്കെ ഞങ്ങളെപ്പോലെ ടൂർ വന്നവരാന്ന് തോന്നുന്നു കേട്ടോ. അയ്യോടാ അതേ ഒരു കുഞ്ഞു പൊടി, അതേ അതിലും ചെറിയൊരു പൊടി ഓടുന്നു. തിരമാലയ്ക്കകത്തേക്ക് ഓട്ടം. അതിൻ്റെ അച്ഛനും അമ്മയും കൂടെ പുറകെ ഓട്ടം. കണ്ടോ ഇത് ഓടുന്ന ഓട്ടം കണ്ടോ, നല്ല രസമാണ്. എൻ്റെ പൊന്നോ, ഇത്രയും വലിയ കടലും കടൽ തിരമാലയൊക്കെ വരുമ്പോഴും കാരണന്മാർക്ക് പേടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കണ്ടില്ലേ പിടിച്ചുകൊണ്ടിരിക്കുന്നേ നല്ല പൊടിക്കുഞ്ഞുങ്ങൾ തൂക്കിയിട്ടുണ്ട്. 1-1.5 വയസ്സൊക്കെ ഉള്ളൂ ഓരോന്നിന്. ഏതായാലും എൻ്റെ സാരി പാവടയെല്ലാം നനഞ്ഞു. ഇതുണ്ടോ, നല്ല പാവാടയും നനഞ്ഞു സാരിയും നനഞ്ഞ് നിൽക്കുന്നതായി കാണുന്നത്. അയ്യോ. കടൽ എത്ര കണ്ടാലും മതിയാവില്ല. കുറേ സമയം കൂടെ നിന്ന് കാണാൻ തോന്നും. പക്ഷേ ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇനി നിന്നിട്ട് കാര്യമില്ല. ഇത് അങ്ങകരെ കപ്പലും അതിലെ വെട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോണിനകത്ത് അതൊന്നും കിട്ടിയില്ല കേട്ടോ. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അങ്ങകലെ ഇടുക്കി ഇത് ഹൈറേഞ്ചിൻ്റെ പക്ക ഹൈറേഞ്ചിൽ നമ്മളൊക്കെ ജനിച്ചു വളർന്നത്. വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടുന്നത്. മകളുടെ വീട്ടിൽ വന്നതുകൊണ്ടാണ് മരുമകൻ പറഞ്ഞെന്നാൽ നമുക്ക് ബീച്ചിലൊന്ന് പോയിട്ട് വരാൻ വൈകുന്നേരം ആകുമ്പോഴത്തേനും. ജസ്റ്റ് ഒരു ഇഷ്ടം, പിള്ളേരും എല്ലാവരും കൂടെ കൂടിയിട്ട് നമുക്കെപ്പോഴും അതാണല്ലോ ഇഷ്ടപ്പെടുന്നത്. മക്കളും ഫാമിലിയായിട്ട് സന്തോഷത്തോടെ എപ്പോഴും അങ്ങനെയൊന്നും കിട്ടുകയില്ല സമയങ്ങളൊന്നും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മക്കളുമായിട്ടൊന്ന് സന്തോഷിക്കാമെന്ന് വിചാരിച്ചു. അയ്യോ എന്നെ തിരമാല കൊണ്ടുപോയി. എൻ്റെ അമ്മേ, പോണ പോകുമല്ലോ ഉണ്ടോ, വെള്ളം ഇറങ്ങി പോണ പോകും. കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഊർത്തിക്കൊണ്ട് പോയി. മണലെല്ലാം കൊണ്ടുപോയി. എൻ്റെ കാൽപാദത്തിൻ്റെ അടിയിൽ നിന്ന് മണൽ കൊണ്ടുപോകുമെന്ന് പറയുന്നത് ശരിയാണ്. ഇതുണ്ടോ, കണ്ട വന്നു, പിന്നെയും വന്നു. എത്ര കണ്ടാലും മതിയാകുന്നില്ല, കയറി പോകാനും തോന്നുന്നില്ല. കൊച്ചു പിള്ളേരെ പോലെയാണ് ഞാനും. കാരണം നമ്മൾ ചെറുപ്പകാലത്ത് ഇതൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. നമ്മളെ ആരും കൊണ്ടുവരാനില്ലായിരുന്നു. നമുക്കന്ന് സാമ്പത്തികമില്ല. അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്ത് അന്നത്തേനുള്ള ആഹാരം കണ്ടെത്തി തരുമോ? നമ്മളെ ഇങ്ങനെയുള്ളിടത്തേക്ക് ടൂർ കൊണ്ടുവരുമോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എറണാകുളം കാണാൻ ടൂർ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അന്ന് 15 രൂപ തരാൻ പോലും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സാമ്പത്തികമില്ലായിരുന്നു, വീട്ടിട്ടുമില്ല. കാരണം അന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൂർ പോയി എല്ലാവരും. 10 കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ലല്ലോ, നിർത്തി പോരുമല്ലേ. അപ്പോൾ എല്ലാവരും ജനുവരി ഫെബ്രുവരി മാസത്തിനോടടുപ്പിച്ച് കൊണ്ടുപോകും. ജനുവരിയിലല്ല കേട്ടോ, ഡിസംബറിൽ കൊണ്ടുപോയി. കാരണം ജനുവരി ഫെബ്രുവരി എന്ന് പറയുമ്പം പഠനത്തിൻ്റെ തട്ടിക്കൂടിയ സമയമാണ്. മാർച്ചിൽ SLC പരീക്ഷ. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് ടൂറൊക്കെ കൊണ്ടുപോയിട്ട് വരും. അങ്ങനെ പോകാൻ നേരത്തെ കൂട്ടുകാരൊക്കെ പോയത് കണ്ട് വിഷമിച്ച് കുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നൊക്കെ സാറന്മാർ കടൽ കാണാനാണ് പിള്ളേരെ ഹൈറേഞ്ചിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകണേ. എറണാകുളം പാർക്കിൽ കൊണ്ടുപോകും, ബീച്ചിൽ കൊണ്ടുപോകും. കടൽ കാണിക്കും, കപ്പൽ കാണിക്കും, ബീച്ച് കൊണ്ടുപോയി കാണിക്കും, പിന്നെ ഒരു സിനിമ കാണിക്കും, എന്നിട്ട് തിരിച്ചു പോരും. അതാണ് അന്നത്തെ ടൂറ്. അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം ഒരു 15 രൂപ കൊടുത്ത് എക്സ്കർഷൻ എന്ന് പറയുക, അന്ന് ടൂറല്ല, അന്ന് എക്സ്കർഷൻ എന്ന് പറയും. എക്സ്കർഷന് പോകാൻ കഴിവില്ലാതെ വിഷമിച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആവോളം അയ്യോ ഒരു കൊച്ചു പട്ടിക്കുഞ്ഞ് അതിനെ കടലിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചു. അയ്യോടാ, അയ്യോ മതി, അടിക്കല്ലാടാ ചക്കര തന്നെ പോകുന്നുണ്ട്. ജൈവ തിരമാലയ്ക്കകത്ത് കിടന്ന് കളിക്കുക. അയ്യോ ഒരു കയ്യിലൊരു കൊച്ച, ഒരു കയ്യിലൊരു പട്ടി. പിള്ളേരെ ഇപ്പോൾ തിരുമാല കൊണ്ടുപോയേനെ. ഒന്ന് ചാടി പിടിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഞാനെവിടെയെങ്കിലും ഉണ്ട് പിന്നെ അവിടെ കിടക്കുള്ളൂ. അടുത്ത തിരമാലയ്ക്ക് എന്നെയും കൊണ്ടങ്ങ് പോകും അവർ. അഥവാ കാലിൻ്റെ അടിയിലെ മണ്ണെല്ലാം പറഞ്ഞ് നമ്മൾ ഉരുണ്ട് ഇവിടെ വീണത് സത്യമാണെങ്കിൽ എനിക്കങ്ങ് പെട്ടെന്ന് ചാടി എണീക്കാനൊന്നും പറ്റില്ല. അടുത്തതൊരു വലിയ തിരമാല വന്നെങ്കിൽ ആ കൂടെ നടുക്കടലിൽ കൊണ്ടിടും. ആണ്ട വരുന്നേ, കണ്ടോ?
അങ്ങനെ സന്ധ്യയ്ക്ക് ഒരു അടിപൊളി കാഴ്ച കണ്ടു കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഇൻട്രോ എന്ന കാര്യമായിട്ട് പറഞ്ഞില്ലായിരുന്നേ. ഇൻട്രോ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ വീഡിയോയുടെ പുറകിലും മുമ്പിലും ഒക്കെ ആയിട്ട് കൂട്ടിച്ചേർക്കും. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ കംപ്ലീറ്റ് ഫാമിലി ആയിട്ടാണ് വന്നിരുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. ആണിൻ്റെ ഭാര്യ അനുമോൾ കൂടെയുണ്ട്, പെണ്ണിൻ്റെ ഭർത്താവ് തുളസിമോനും കൂടെയുണ്ട്, കൊച്ചുമോളും കൂടെയുണ്ട്, ഭർത്താവും കൂടെയുണ്ട് എൻ്റെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് വന്നത് കേട്ടോ. എപ്പോഴും ഇത് പറയുന്നത് എന്തിനാന്ന് തോന്നും, പക്ഷേ ഞാൻ ഓർക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് മറന്നുപോയി കേട്ടോ. അങ്ങനെ പറഞ്ഞ സാറിയില്ലേ, ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ അങ്ങ് ക്ഷമിച്ചാരെ. പിള്ളേരെല്ലാം അയ്യോ ഫോണും കൊണ്ടല്ല കളി, ചില്ലർ കളിയല്ല. കൊച്ചേ നീ ഇച്ചിരി കയറി നിൽക്കണം കേട്ടോ, തിരമാല വരുന്നുണ്ട്. ആ മോള് അത് മകൻ, പപ്പ, മരുമോളാനു, മരുമകനും കൊച്ചും കൂടെ. കൊച്ചും അടുത്ത് അവിടെ ഇരിക്കുക കേട്ടോ. ദൈവമേ, ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ടിട്ടൊക്കെ നോക്ക് കണ്ടോ. ഒരു കുഞ്ഞു കൊച്ചിന് ദൈവമേ മതി. അതിനെ ഒന്ന് മുറുക്കി പിടിച്ചേക്കണേ നിങ്ങൾ. അപ്പം കൂട്ടുകാരെ, ഇത് ഇരുട്ട് വീണു കേട്ടോ. എല്ലാവരും തിരിച്ചു പോവുകയാണേ. ഈ കടൽ തീരത്ത് വന്നിരുന്ന് കാറ്റ് കൊണ്ടവർ തിരമാലയിൽ കളിച്ചവരും കുഞ്ഞു കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ കളിച്ചവരും എല്ലാവരും കയറി തുടങ്ങിയേ. എല്ലാവരും ഇനി തിരിച്ചു പോവുക. ഇരുട്ട് വീണു, തണുപ്പ് വീണു. മകന് നല്ല ജലദോഷമുണ്ടേ. അപ്പോൾ ഇനി ഒത്തിരി തണുപ്പത്ത് നിന്ന് കഴിഞ്ഞാൽ ജലദോഷം കൂടും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഈ കടൽ തീരത്തു നിന്ന് കടൽക്കരയിൽ നിന്ന് തിരിച്ചു പോവുകയാണേ. എല്ലാവരും തന്നെ കയറിപ്പോയി. ഇനിയിപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. വിജനമായി. എൻ്റെ മക്കൾ എന്നെ വഴക്ക് പറഞ്ഞ് വെച്ച് പോകുന്നു. അമ്മ ഫോട്ടോ എടുത്തത് മതി, വീഡിയോ എടുത്തത് മതി, വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. അപ്പോൾ ശരി, ഓക്കെ. പിന്നെ നമുക്ക് അടുത്ത ഒരു അമ്പലത്തിൽ കയറുന്നുണ്ട്. അപ്പം കയറാൻ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയാൽ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ നാളത്തെ തിരിച്ച് വീട്ടിലേക്കുള്ള ഇടുക്കിയിലേക്കുള്ള പോക്കിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ നാളെ ഞങ്ങളൊരു അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൽ അത്യാവശ്യം അവരവിടെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചെങ്കിൽ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണേ. അത് കടലിൻ്റെ തിരമാല കായലിലേക്ക് അടിച്ചു കയറുന്നു കേട്ടോ. എന്നെ പറയാൻ ഇച്ചിരി നേരത്തെ വരാമായിരുന്നു. നേരത്തെ വരാൻ പറ്റാഞ്ഞത് കൊണ്ട് കടൽ തീരത്ത് വന്നപ്പോഴത്തേനും പെട്ടെന്ന് ഇരുണ്ടതായിട്ട് തോന്നുവാണേ. 1 മണിക്കൂർ നേരെ ഇവിടെ ചിലവഴിച്ചില്ല. അതിനു മുമ്പ് ഇരുട്ടായി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്, മോളുടെ വീട്ടിലേക്ക്.